ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊക്കെ വീട് പണിയുന്ന സമയത്ത് നമുക്ക് സീലിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് നമുക്ക് സീലിങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വളരെ പൈസ കുറച്ച്, അതായത് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കുറച്ചതിന് ശേഷം വർഷങ്ങളോളം ഈട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ മുകളിൽ, അതായത് നമ്മുടെ ബെഡ്റൂമുകളിൽ അതുപോലെ തന്നെ ലിവിങ് ഏരിയകളിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിംഗ് ചെയ്തിട്ടില്ല. വാർക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വേണ്ടത്, പോയിന്റുകൾ എവിടെയാണോ വേണ്ടത്, വാർക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബോക്സ് ഉണ്ട്, കൺസീൽഡ് കോൺക്രീറ്റിൻ്റെ അകത്ത് ഇടുന്ന ലൈറ്റിൻ്റെ LED ലൈറ്റ്സിൻ്റെ ലൈറ്റുകൾ നമുക്ക് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ 3 വാട്ട് തൊട്ട് പോട്ടെ 1 വാട്ട് തൊട്ട് നമുക്ക് എത്ര വാട്ട് വേണമെങ്കിലും ഏകദേശം 6 വാട്ട് അല്ലെങ്കിൽ 7 വാട്ട് 6 വാട്ട് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളാണ് വരുന്നത്. ഇത് നമ്മൾ വാർക്കുന്ന സമയത്ത്, അതായത് വീടിൻ്റെ വാർക്ക് നടക്കുന്ന സമയത്ത് വാർക്കയുടെ ഉള്ളിൽ നമ്മൾ ഫാനിൻ്റെയൊക്കെ ഹുക്ക് ഇടുന്നത് പോലെ തന്നെ നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ലൈറ്റുകൾ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതെല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ ഹുക്ക് ഇടുന്ന പോലെ തന്നെ ഫാനിന് വേണ്ടിയിട്ട് സീലിംഗ് പൈപ്പ് ഇടുന്നത് പോലെ തന്നെ പുറത്തേക്ക് ഭിത്തിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വർക്ക്, അതായത് ഇലക്ട്രിക്കിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വയർ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 1.5 ഇഞ്ച് കനം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ വാർക്കാന്ന് പറയുന്നത് ഏകദേശം 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് വാർക്കെങ്കിലും ഉണ്ടാവും. ഏകദേശം നമുക്ക് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ കനം വരുന്നത് 1.5 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 2 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ബോക്സ് വെച്ചതിന് ശേഷം നമുക്കവിടെ എല്ലാം വയർ വലിച്ചു പോയിരിക്കുന്നതാണ്. ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വയർ കാര്യങ്ങളെല്ലാം വലിച്ചിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പിന്നീട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കളി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ വയർ കാര്യങ്ങളൊക്കെ വലിച്ചിടുക. ഇപ്പോൾ നമുക്കിത് മാക്സിമം നമുക്ക് കണ്ടോ ഈ ഏരിയയിലൊക്കെ നമുക്ക് സീലിംഗ് മാക്സിമം ഒഴിവാക്കാം. സീലിംഗ് നമ്മളിവിടെ ചെയ്താൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം നനയുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് സീലിംഗ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കാർ പോർച്ചാണ് വരുന്നത്. കാർ പോർച്ചിൽ ഇതുപോലെ തന്നെ 4 സൈഡുകളിൽ 4 ലൈറ്റ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വാർക്കയുടെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാർ പോർച്ചിൻ്റെ ഏരിയയിൽ നമ്മൾ സീലിംഗ് ചെയ്യണമെന്ന് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ലക്ഷങ്ങൾ തന്നെ നമുക്ക് ഈ ലൈറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ സീലിംഗിൽ നിന്ന് മാക്സിമം നമുക്ക് ലാഭിക്കാൻ പറ്റും. എന്നാൽ സീലിംഗ് ഉള്ള പോലെ തന്നെ വളരെ മനോഹരമായി വീട് നമുക്ക് നിർമ്മിക്കാനും സാധിക്കും. എവിടേക്കാണോ നമുക്ക് വേണ്ടത്, ഫ്രണ്ട് ഏരിയകളിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, പിന്നെ ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യാം. ഫ്രണ്ട് ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ ഇതുപോലത്തെ ലൈറ്റ്സുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഓവറായിട്ടുള്ള വലുപ്പത്തേക്കാൾ നല്ലത് ഒരു 3 വാട്ടോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 വാട്ടോ അതിനേക്കാൾ മുകളിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന ലൈറ്റുകളെല്ലാം തന്നെ മുകളിൽ കാണുന്ന ഹോളുകൾ കണ്ടോ, അതെല്ലാം തന്നെ ബോക്സ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നോർമൽ ലെവലിൽ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്ന വർക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോർമൽ ലെവലിൽ വരുന്ന വർക്കിന് എമൗണ്ട് കാര്യങ്ങളുണ്ട്. ഇത്രയും സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ എമൗണ്ടാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. വേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ബോക്സുകൾ കൊടുത്താൽ മതി. മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് താനും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.